എന്റെ ബാലഗോപാലനെ എന്നെ തെറ്റിക്കുമ്പം പാടടി കാരണം അവന് നിർത്തണം അതിന്റെ പാട്ട്. മണിക്കുട്ടി, എന്നെ ഒന്ന് എഴുന്നേപ്പിച്ചിരുത്ത്. എനിക്ക് കിടക്കാൻ വയ്യ. അയ്യോ, എനിക്ക് ഇരിക്കാനും വയ്യ. ഇരുത്ത്. ഈ കാലൊന്ന് സമം പോയി. എന്റെ കരുണേട്ടനെ ഇങ്ങനെ ഇടിച്ചവനെ ഇതാ ഏറ്റവും വിഷമുള്ള പാമ്പേതാ? ശംഖുവരൻ. ശംഖുവരൻ കൊത്തി ചാവണേ എന്റെ സ്വയംവരാനന്ദ സ്വാമി. ഒന്ന് പതുക്കെ. ഇതിലും ഭേദം പോലീസുകാരുടെ ഈർക്കിൽ പ്രയോഗമായിരുന്നു എന്റെ മണിക്കുട്ടി. എന്റെ മണിക്കുട്ടി വലിയ സ്നേഹത്തിലാണല്ലോ. ഈ എണ്ണയിട്ട് തീരുന്നവരേ ഉള്ളൂ. എന്താ? നമ്മുടെ സ്വന്തം ആളല്ലേ അവള്. നീ തീരുന്ന നല്ല സുഖം. കരുണേട്ടാ, ഈ മർദ്ദത പിടിഞ്ഞ് കഷായവാ. ഹേമദണ്ഡ മുഴുവൻ മാറിക്കിട്ടും. ഒന്നും മാറില്ല. വിനാശകാല വിപരീത ബുദ്ധിന്ന് കേട്ടിട്ടേ ഉള്ളൂ. നീ എന്തിനാ കരുണ വല്ലവന്റെ ഒക്കെ മോട്ടോർ ബൈക്കിന്റെ പുറകെ പോയത്? എല്ലാം ഈ കുരുത്തം കെട്ടവന് വേണ്ടിട്ടല്ലയോ? ഇവന് വേണ്ടിട്ടോ? എന്താണ് വെറുതെ പറയണമേ. അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ, നടന്ന കാര്യങ്ങളൊക്കെ ഞാൻ അങ്ങോട്ട് തുറന്നു പറയും. ഇനി സാറെന്തോ തുറന്നു പറയാനിരിക്കുന്നേ? കാരണം അവന് മോട്ടോർ സൈക്കിൾ വേണമെങ്കിൽ ഞാൻ വാങ്ങിച്ചു തരില്ലായിരുന്നോ? കണ്ടവന്റെ ബൈക്കും സ്കൂട്ടറും ഒക്കെ മോഷ്ടിക്കാൻ വല്ല കാര്യമുണ്ടോ? ഇപ്പൊ തറവാടിന് തന്നെ മാനക്കേടായില്ലേ? ഇപ്പൊ നാട്ടുകാരൊക്കെ കള്ളക്കള്ളാരാ. അയ്യോ അയ്യോ. കാരണം ഇങ്ങോട്ട് കയറുക. ഈ അവസ്ഥയിൽ ഇവിടെ നിൽക്കുന്നതാ നല്ലത്. അവസ്ഥയുടെ കാര്യം പറഞ്ഞപ്പോഴാ ഓർത്തത്, ജോൺ സാമുവൽ ജീവിച്ചിരിപ്പുണ്ടോ എന്തോ. ഞാൻ ഹെൽപ്പ് ചെയ്യാമാവാ. ഉടവില്ലേ? സാമൂലച്ചാന്റെ കാര്യം ഞങ്ങൾ ഇപ്പൊ പറഞ്ഞതേ ഉള്ളൂ. ഒന്നും പറ്റാതിരുന്നത് ദൈവത്തിന്റെ കൃപയാ. എല്ലാം ദൈവത്തിന്റെ കൃപ തന്നെ. വേറെ ഒരു കുഴപ്പമില്ല. ഇപ്പൊ തെക്കോട്ട് മാത്രമേ നോക്കാൻ പറ്റുന്നുള്ളൂ. വടക്കോട്ട് നോക്കണമെങ്കിൽ ഇങ്ങനെ റൗണ്ട് ചെയ്ത് വന്നു. പെടലി ഞരമ്പിന് അടിയേറ്റത്. ആശാനൊന്നും പറ്റിയില്ലല്ലോ. ഒന്നും പറ്റിയില്ലല്ലോ. അച്ഛനെത്തോട്ടേക്ക്. ഈ കക്ഷി ഒരു റാങ് ഇൻഫർമേഷൻ മംഗല്യസൂത്രത്തിന് നൽകിയത് കൊണ്ടാണ് ഞാൻ ഈ നിലയിലായത്. കേട്ടോ വരും, എന്റെ 12 വർഷത്തെ മാരേജ് ബ്യൂറോ എക്സ്പീരിയൻസിൽ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു അനുഭവം. അയ്യോ അതെ, അതെനിക്കൊരു അബദ്ധം പറ്റിയതാ. ഇനി മേഘയുടെ നീക്കങ്ങൾ കൃത്യമായിട്ട് ഞാൻ എത്തിച്ചോളാം. മേഘയുടെ നീക്കങ്ങളോ? അതെ ചേച്ചി, ഈ മേഘങ്ങളുടെ നീക്കം നോക്കിയാലേ മഴ പെയ്യോ ഇല്ലയോ എന്ന് പറയാൻ പറ്റും. ശീമോനെ, ലേശം കഷായം എടുക്കട്ടെ? 2 ലാർജ് ആകാം. മണിക്കുട്ടി, പീഡനി. അയ്യോ, നമ്മുടെ കല്യാണക്കാരൊക്കെ ശരിയാക്കണ്ട. അപ്പോ കല്യാണം കഴിക്കണ ശരീരം വേണ്ടേടോ. ഇനി ഈ ശരീരം കൊണ്ട് എന്ത് പ്രയോജനം? എല്ലാം ശരിയാക്കാന്നേ പുതിയൊരു ചൊവ്വാദോഷക്കാരൻ ഇന്നലെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതെയോ? നമുക്ക് അയാളുടെ വീഡിയോയിലൊന്ന് പോയാലോ? പോകാൻ തന്നെ എന്റെ തീരുമാനം. പക്ഷെ ചെറിയൊരു കുഴപ്പമുണ്ട്. കക്ഷി എണ്ണ കറുപ്പാ. എണ്ണ കച്ചവടോ? എണ്ണ കറുപ്പാണെന്ന്. ഓഹോ, കറുപ്പാണെന്ന് ഉറപ്പാണോ? കറുപ്പാണെന്നാ കറുപ്പും തറയില്ല കുറുപ്പ് പറഞ്ഞത്. കറുപ്പടിക്കുന്ന കുറുപ്പല്ലയോ? ചേട്ടാ, സായിപ്പ് എങ്ങോട്ടാ? സായിപ്പ് നിന്റെ അച്ഛൻ. നമ്മുടെ അച്ഛൻ. വേണമെങ്കിൽ അങ്ങനെയും പറയാം. എടി, ഒരു ദീർഘയാത്രയ്ക്ക് പോകുമ്പോ പിൻവലി ദുസ്സഹനമാണെന്ന് ഞാൻ എത്ര തവണ പറഞ്ഞിട്ടുണ്ട്. അയ്യടാ, നാളല്ലല്ലോ ചേട്ടന്. എന്തിന്? സഖാവാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ അന്ധവിശ്വാസം നടക്കാൻ. അന്ധവിശ്വാസവും രാഷ്ട്രമീമാംസയും തമ്മിൽ കൂട്ടിക്കുഴച്ചെന്നെ കൺഫ്യൂഷൻ ആക്കരുത്. നിനക്കറിയോ, കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയിൽ മാർക്സും ഏംഗൽസും ലെനിനും തൊഴിലാളി വർഗ സർവാധിപത്യവും ഫാസിസ്റ്റ് ബൂർഷ്വാ. അയ്യോ മതി മതി, ഇതൊക്കെ കഴിഞ്ഞിട്ട് രാത്രിയിലെ സഖാവ് എപ്പോഴാണ് തിരിച്ചെത്തുക എന്ന് മാത്രം പറഞ്ഞാ മതി. ഒരു രാഷ്ട്രീയ പ്രവർത്തകന് അങ്ങനെ വ്യക്തമായ ഉത്തരവൊന്നും പറയാൻ പറ്റില്ല. വരികയോ വരാതിരിക്കുകയോ ചെയ്യും, സാഹചര്യം പോലെ. അപ്പോഴേ സഖാവ് രാത്രി വരുമ്പോ ഞാൻ വാതിൽ തുറക്കുകയോ തുറക്കാതിരിക്കുകയോ ചെയ്യാം. എന്താ? നിനക്കെന്താ കാലാവസ്ഥാ പ്രവചന യന്ത്രത്തിൽ ജോലിയുണ്ടോ? നീ വാതിൽ തുറന്നാലും ശരി, തുറന്നില്ലെങ്കിലും ശരി, ഒരു സാമൂഹ്യ പ്രവർത്തകൻ തളരില്ല. അതാദ്യം മനസ്സിലാക്കുക. എനിക്കൊന്നും കേൾക്കണ്ട. സാമൂഹ്യ സേവനവും മണ്ണാങ്കട്ടയും ഇതൊക്കെ നിർത്തി വല്ല ജോലിക്കും പോയിക്കോട്ടെ ചേട്ടന്. എടി, ഒരു ജോലി ചെയ്യാനുള്ള മനസ്സുണ്ടെങ്കിൽ ഞാൻ ഈ രാഷ്ട്രീയത്തിൽ ഇറങ്ങുമായിരുന്നോ? അല്ലെങ്കിൽ തന്നെ പുതിയർത്ത് പത്മനാഭൻ തമ്പിയുടെ മകൻ എന്തിനാടി ജോലി? ഒരേ ഒരു പുത്രൻ, ഏക്കർ കണക്കിന് പരന്നു കിടക്കുന്ന സ്വത്ത്, പിന്നെ മാഞ്ചിയം കൃഷി, ആട് വളർത്തൽ പദ്ധതി, ഇതിലൊക്കെ ഷെയർ. ജോലി ഏതാ ഈ സഖാവ്? ഒരു വിപ്ലവകാരുടെ ലുക്കുണ്ടല്ലോ. ചൊവ്വ അല്ല, ഇന്ന് ബുധനാഴ്ച.
അയ്യോ ചേട്ടൻ ആദ്യം മറന്നോ, ഇന്ന് വ്യാഴാഴ്ച. ആ അതെ, ഇന്ന് വ്യാഴ. വ്യാഴനും ബുധനും ഒന്നുമല്ല, പിന്നെ? 7 ചൊവ്വയുണ്ട്, രോഹിണി നക്ഷത്രം, പേര് മഹേഷ്, ആള് വളരെ ഡീസന്റ് ആണ്. അതെ. അയ്യോ, എങ്ങനെ മനസ്സിലായി? ജ്യോതിഷം അറിയാലേ? ജ്യോതിഷം അറിയില്ല, പക്ഷെ പറയും. മംഗല്യ സൂത്രം ബ്യൂറോയിൽ നിന്നും വിവരങ്ങളെല്ലാം തപ്പിയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അച്ഛാ, അത് ശരി. അച്ഛനെ കാണാനുള്ള ആള് വന്നിരിക്കുന്നു. അകത്തിന് സംസാരിക്കാം. വേണ്ട, പുറത്തുനിന്ന് സംസാരിക്കാം. അല്ല, അകത്തിന് സംസാരിക്കാം. ഇവിടെ വല്ല കാറ്റുണ്ടല്ലോ, പുറത്തുനിന്ന് സംസാരിക്കാം. എന്നാ പുറത്തുനിന്ന് അല്ലെങ്കിൽ സംസാരിക്കാം. അകത്തുനിന്ന് സംസാരിക്കാം. സത്യത്തിൽ മധുരം ചേർത്തയായി ഞാൻ കഴിക്കാറില്ല. പിന്നിപ്പോ ഹരി ഒരു സന്തോഷ വാർത്തയായിട്ടല്ലേ വന്നിരിക്കുന്നത്. അതുകൊണ്ട് അല്പം മധുരം ആകാമെന്ന് ഞാൻ മോളോട് പറഞ്ഞു. ഈ 7 ചൊവ്വയുള്ള പെണ്ണിനെയും തേടി ഞാൻ ഇറങ്ങാത്ത സ്ഥലമില്ല. അതെ അതെ. ജാതകം ഒത്തുചേരുമ്പോ തറവാട് ചേരില്ല, തറവാടും ജാതകം കൂടെ ഒത്തുചേരുമ്പോ പെണ്ണിന് വലിയ കോങ്കണ്ണമായിരിക്കും. അച്ഛൻ ഇന്ന് വളരെ നല്ല മൂടില്ല. സാധാരണ ഭയങ്കര റഫാ. അത് കണ്ടാ അറിയില്ലേ? എങ്ങനെ സന്തോഷിക്കാതിരിക്കും? ഭാഗ്യം ഇങ്ങോട്ട് കയറി വന്നിരിക്കുകയല്ലേ. ആ കേട്ടോ ഹരി, ഇവളുടെ കല്യാണം പോലും ഞാൻ നടത്താതിരുന്നത് ഇവന്റെ ഒറ്റ പ്രശ്നം കൊണ്ടാ. പിന്നെ വീട്ടിൽ ആർക്കാ ചൊവ്വാദോഷം ഉണ്ടെന്ന് പറഞ്ഞത്? അമ്മാവന്റെ മകൾക്കാ. ആ, ഈ ജാതകത്തിലൊന്നും കാര്യമില്ലെന്ന് ഇപ്പോഴത്തെ പിള്ളേർ പറയും. പക്ഷെ എനിക്ക് ഇതിലൊക്കെ വലിയ വിശ്വാസമാ. ഞങ്ങളുടെ വീട്ടുകാർക്കും വലിയ വിശ്വാസമാണ്. ആ. അതുകൊണ്ടല്ലേ ഇങ്ങോട്ട് തേടി വന്നിരിക്കുന്നത്. ഒരു വിപ്ലവകാരിയാണെങ്കിലും എനിക്കും ഇതിലൊക്കെ വിശ്വാസം. രാഷ്ട്രീയം വേറെ, ജാതകം വേറെ. എങ്കിലും വിപ്ലവം തോക്കിൻ കുഴലിലൂടെ എന്ന് തന്നെയാണ് എന്റെ ഒരു. അല്ല, അവന് ഈ രാഷ്ട്രീയത്തിന്റെ ചെറിയൊരു ഈ 7 ചൊവ്വയുള്ളവർക്കെല്ലാം ഇങ്ങനെയുള്ള ചെറിയ കുഴപ്പങ്ങൾ കാണും. വിവാഹത്തോടെ അത് മാറുകയും ചെയ്യും. കുട്ടിയുടെ പേര് പറഞ്ഞില്ല. മേഘ സഹോദരിയെ പോലെ തന്നെ സുന്ദരിയ. എന്നും എന്നെ പോലെ എന്നാ. അപ്പൊ പിന്നെ എനിക്ക് ഈ കല്യാണം വേണ്ട. അയ്യടാ, അപ്പൊ പറഞ്ഞതുപോലെ നമ്മൾ നാളെ രാവിലെ മീറ്റ് ചെയ്യുന്നു. ലാൽ സലാം. ആളെങ്ങനെ? സുന്ദരനാ? എന്ന് ചോദിച്ചാ ഈ കമലഹാസന്റെ അത്രയൊന്നും സൗന്ദര്യമില്ല. പക്ഷെ വെള്ളായണി പരമൂനേക്കാൾ ഭേദമാ. പൊക്കം? പൊക്കം അമിതാഭ് ബച്ചന്റെ അത്രയും ഉണ്ടാവില്ല. എന്നാ മാധുരി ദീക്ഷിതിന്റെ ചെവി. എന്തിനാണ് ഈ ഗുണ്ടൊക്കെ എന്നോടടിക്കുന്നത്? ആളെ എനിക്കറിയാം. എങ്ങനെയെങ്കിലും തന്റെ കല്യാണം ഒന്ന് നടക്കണം, അതല്ലേ? അതുകൊണ്ടല്ല ചായ, എനിക്ക് മഹേഷിനെ ഇഷ്ടമായി. പക്ഷെ മേഘയ്ക്ക് അയാളെ ഇഷ്ടാവോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമാണ്. കഴിഞ്ഞ തവണ പെണ്ണ് കാണാൻ വന്നയാൾക്ക് അവൾ അടി കൊടുത്തില്ലെന്നേ ഉള്ളൂ. ഇവനെയും കൂട്ടിക്കൊണ്ട് താൻ അങ്ങോട്ട് ചെന്നാൽ അടി കിട്ടുന്ന തനിക്കായിരിക്കും. പിന്നെ കാണാൻ നന്നായ മാത്രം പോരല്ലോ, മഹേഷിന്റെ സ്വഭാവം കൂടി മേഘയ്ക്ക് ഇഷ്ടാവണ്ടേ. അയാളുടെ സംസാരത്തിലാണെങ്കിൽ സ്ഥാനത്തും അസ്ഥാനത്തും ഒക്കെ നക്സൽ ബാരിയിൽ നിന്നും തോക്കിൻ കുഴലിലൂടെ നിന്നും ഒക്കെ കടന്നു വരുന്നുണ്ട്. അത് സാരമില്ല. അതിനേക്കാൾ കടിച്ചാൽ പൊട്ടാത്ത വാക്കുകളും പറഞ്ഞുകൊണ്ട് നടന്നിരുന്നവനായി ഞാൻ. ശോശാമ വന്നതോടെ എല്ലാം മാറി. അല്ല, അച്ഛന്റെ കെട്ടിയോടെ പേര് ത്രേസ്യാമ്മ എന്നല്ലേ പറഞ്ഞത്? അതെ. എന്തി? അപ്പൊ പിന്നെ ഇപ്പൊ പറഞ്ഞ ഈ ശോശാമ്മ അതെന്റെ വീട്ടിലെ പുതിയ വേലക്കാരിയാ. ഞാനിനി എന്താണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞില്ല. ഞാൻ പറഞ്ഞു തരാടോ. ഈ മംഗല്യം എന്നൊക്കെ പറയുന്നത് സൗന്ദര്യങ്ങൾ തമ്മിലുള്ള സംഘട്ടനമല്ല, രണ്ടാത്മാക്കൾ തമ്മിലുള്ള ബന്ധനമാണ്. ആത്മാക്കളോ? അപ്പൊ മരിച്ചതിന് ശേഷം ഒന്നിക്കുള്ളോ? എടോ, ആത്മാവെന്ന് ഞാൻ ഉദ്ദേശിച്ചത് ഹൃദയമാണ്. ഐ മീൻ ലിവർ. എന്നാലും മേഘ. മേഘവും ആകാശവും എനിക്കൊരു പ്രശ്നമല്ല. ഇവിടെ വരുന്ന ഏതൊരു സ്ത്രീയുടെയും പുരുഷന്റെയും കല്യാണം ഈ ജാൻ സഭൽ നടത്തിയിരിക്കും. തനിക്ക് കേൾക്കണ, 2 കാലം തളർന്ന അങ്കമാലിക്കാരി അച്ചാമയെ തൂണിൽ കെട്ടി നിർത്തി പെണ്ണ് കാണിപ്പിച്ച് കല്യാണം നടത്തിയവനാ ഈ ജാൻ. എന്തിന്? കല്യാണത്തിന് ചെറുക്കം വരാഞ്ഞിട്ട് ഡെമ്മി വെച്ച് കല്യാണം നടത്തിയവനാ ഈ ജാൻ. അതാണ് പറയുന്നത്. സൗന്ദര്യം ഇതിനൊരു പ്രശ്നമേ അല്ല. അത് ശരിയാ. അച്ചായന് വരെ പെണ്ണെത്തിയ സ്ഥിതിക്ക് ഇനിയിപ്പൊ ആർക്കാണെങ്കിലും. ഓ എടോ, എവിടെ കറുപ്പുണ്ടോ അവിടെ കരുത്തുണ്ടെന്നാണ് പ്രമാണം. അത് തന്നെയല്ല, ഇപ്പൊ വെളുക്കാൻ ചില ക്രീമുകളൊക്കെ ഇറങ്ങിയിട്ടുണ്ടല്ലോ. അതുകൊണ്ട് എന്താവാനാ? അവന്റെ മുഖത്ത് ക്രീം പുരട്ടി ആ ക്രീം കറക്കുന്നല്ലാതെ ഒറ്റ പ്രയോജനമില്ല. താൻ ഈ കറുപ്പിന്റെയും ചുമ്പിന്റെയും കാര്യമൊക്കെ വിട്. മേഘയ്ക്ക് ഇഷ്ടം തോന്നുന്ന വിധത്തിൽ മഹേഷിന്റെ മോൾഡ് ചെയ്ത് കൊണ്ടുവരുന്നതിന്റെ ഉത്തരവാദിത്വം ഈ മംഗല്യസൂത്ര ബ്യൂറോ ഏറ്റെടുക്കുന്നു. കൊള്ളാം, നല്ല ബെസ്റ്റ് പേരാണ് ബ്യൂറോക്ക് ഇട്ടിരിക്കുന്നത്. എന്താ? സൂത്രത്തിൽ മംഗല്യം നടത്തി കൊടുക്കുന്ന സ്ഥാപനം മംഗല്യസൂത്രം. ചില്ലി ചിക്കൻ മേടിക്കണ്ടേ? എടോ, ഒരു പട്ടി ഇവിടെ ജനിക്കുമ്പോ മറ്റു ചില തെണ്ടിപ്പട്ടിയിലൂടെ മരിക്കുന്നു. മരിച്ചവന് പകരം വീണ്ടും ജനനം നടക്കുമ്പോ ജനിച്ചവന് പകരം വീണ്ടും മരണം നടക്കുന്നു. ഇങ്ങനെ ജനനവും മരണവുമായി തമ്മിലടിക്കുമ്പോ ജനിപ്പിച്ചവനെ മക്കളെ മരിക്കാണ്ട് മരിക്കണം. അല്ല, ഈ ജനനവും മരണവും നമ്മുടെ കല്യാണക്കാരിയായിട്ട് എന്താ ബന്ധം? ഒരു ബന്ധമില്ല. ജനിച്ചെങ്കിലല്ലേ കല്യാണം കഴിക്കാൻ പറ്റുള്ളൂ. കല്യാണം കഴിച്ചാലേ മരിക്കാൻ പറ്റുള്ളൂ. അത് തന്നെ. നമ്മുടെ അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് പറഞ്ഞില്ല. ഈ മഹേഷും മേഘയും തമ്മിൽ കാണുവാനും സംസാരിക്കുവാനും ഒരു സ്ഥലം കണ്ടുപിടിക്കണം. പറ്റുമോ? എവിടെ? ഐസ്ക്രീം പാർക്ക്. മേഘയും കുട്ടി അവിടേക്ക് വരാൻ വർഷയോട് ഞാൻ പറയുന്നു. എന്നിട്ട് ഞാൻ മഹേഷിനെയും കുട്ടി അവിടേക്ക് ചെല്ലുന്നു, കാണുന്നു, സംസാരിക്കുന്നു.